ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നോമ്പുകാല കറികളിൽ പാവയ്ക്ക വെച്ചിട്ടുള്ള 2 റെസിപ്പീസ് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഈ പാവയ്ക്ക വെച്ചിട്ട് ഒരെണ്ണം ഒരു ചാറ് കറിയും, നമുക്ക് ലഞ്ചിന് കൂട്ടാൻ പറ്റിയ ഒരു ചാറ് കറിയും, പിന്നെ ഒരു മെഴുക്ക് വരട്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പാവയ്ക്ക ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് ആദ്യം തന്നെ നമുക്ക് പാവയ്ക്ക നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് വേണം ഈ കുരുവൊക്കെ കളഞ്ഞെടുക്കാൻ. അപ്പോൾ ഇത് ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് പാവയ്ക്ക. ചിലവർ വട്ടത്തിൽ അരിയാറുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മെഴുക്ക് വരട്ടിക്കും ചാറ് കറിക്കും ഉള്ളത് ഒന്നിച്ച് തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കത് കുറച്ച് ഉപ്പ് തിരുമ്മിയതിന് ശേഷം നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ പാവയ്ക്കൊക്കെ കിട്ടുമ്പോൾ നമ്മൾക്ക് എപ്പോഴും വയ്ക്കണ തോരനും ഇതൊക്കെ വയ്ക്കാതെ ചാറ് കറിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കൂട്ടാൻ പറ്റും. പിന്നെ ഈ ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ ആയാലും ഷുഗർ ബാലൻസ് ചെയ്ത് നിർത്താനും ഒക്കെ പാവയ്ക്ക കറിയൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ ചാറ് കറി വയ്ക്കണത് തേങ്ങ വറുത്തരച്ചിട്ടാണ് പാവയ്ക്ക ചാറ് കറി വയ്ക്കണത്. തേങ്ങ വറുത്തരച്ച് വാളംപുളി ഒക്കെ കുറച്ച് പിഴിഞ്ഞൊഴിച്ചിട്ടാണ് ഈ കറി വയ്ക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല കറിയാണ്. അപ്പോൾ നമുക്ക് ഈ പാവയ്ക്കൊക്കെ അരിഞ്ഞ് ക്ലീൻ ചെയ്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് തിരുമ്മി വയ്ക്കാം. അപ്പോൾ ഉപ്പ് തിരുമ്മി നമ്മൾ കുറച്ച് നേരം ഈ അരിപ്പ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഒരു കയ്പ്പ് മാറിക്കിട്ടും. അപ്പോൾ പാവയ്ക്ക നമ്മൾ കൂട്ടുമ്പോൾ കയ്പ്പുള്ളത് തന്നെയാണ് നല്ലത്. പക്ഷേ എന്നാലും ഭയങ്കര ആ കയ്പ്പിൻ്റെ ഒരു കുത്തുചൊവ മാറാൻ വേണ്ടി നമുക്ക് ഉപ്പ് തിരുമ്മി ഒരു 10-20 മിനിറ്റ് നേരം, ഒരു 10 മിനിറ്റ് നേരം വെച്ചാൽ മതിയാകും. അപ്പോൾ തന്നെ ഇതിൻ്റെ ആദ്യത്തെ ഒരു കയ്പ്പ് രസം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ കൂടുതൽ കയ്പ്പ് പോകാൻ നിൽക്കരുത്. പാവയ്ക്ക എന്നുള്ളത് കയ്പ്പുള്ള സാധനമാണ്. അപ്പോൾ ആ കയ്പ്പോടുകൂടി തന്നെ കറി വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഉപ്പ് തിരുമ്മി വയ്ക്കുമ്പോൾ തന്നെ പിന്നെ ഇതൊരു സോഫ്റ്റ് ആവുകയും ചെയ്യും. പാവയ്ക്ക നല്ലോണം ഉപ്പ് തിരുമ്മി വയ്ക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആകും. അപ്പോൾ നമ്മളിങ്ങനെ ഈ പാത്രം ഇങ്ങനെ ചരിച്ച് എടുത്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നേരം വെച്ചോളൂ. അപ്പോൾ ഒരു ഇത്തിരീശ വെള്ളം ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചാറ് കറി വയ്ക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഇടത്തരം സവാള, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില ഇത്രയും കൂടി ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പാവയ്ക്ക നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പുണ്ടാകും. എന്നാലും ഒരു 2 നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി 2 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച പാവയ്ക്ക 2ആക്കി ഭാഗിച്ചിട്ട് ഒരു ഭാഗം ഈ ചാറുകറിയിലേക്ക് എടുത്തിട്ട് ഒന്നും കൂടി വഴറ്റാം. അപ്പോൾ പാവയ്ക്ക ഇങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റായിരിക്കും. അതിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് അത് മാറ്റിയിട്ട് ചെറുതീയിലിട്ട് അതൊന്ന് വഴറ്റിയാൽ മതിയാകും. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ വറുക്കാം. തേങ്ങ അധികം ഒന്നും വേണ്ട, ഒരു 2 പിടി തേങ്ങ മതിയാകും. അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് തേങ്ങ വറക്കണത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ പാവയ്ക്ക തേങ്ങ വറുത്തരച്ച് വയ്ക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ വെളിച്ചെണ്ണയുള്ള ചേർക്കണത്, അതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഈ തേങ്ങ വറുത്തൊന്ന് മൂത്ത് വരുമ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതും ഈ തേങ്ങയെ കൂടി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും തേങ്ങയുടെ ഒപ്പം തന്നെ ആ ചൂടിൽ കിടന്ന് ഒന്ന് വറവാകും. എന്നിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നന്നായിട്ട് അടിച്ചെടുക്കാം. പിന്നെ നമ്മളൊരു ചെറിയ ചെറുനാരങ്ങയുടെ അത്രയുള്ള പുളി മതിയാകും. കൂടുതൽ പുളിയൊന്നും ആവരുതിന് ഈ കറിക്ക്. ആ പുളി നേരത്തെ എടുത്തിട്ട് നമുക്ക് വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് ഈ പാവയ്ക്ക് ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി ഒരുവിധം വാടി നന്നായിട്ട് വെന്തിട്ടുണ്ട്, സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തേങ്ങ അടിച്ച് വെച്ചേക്കണത്
ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി കറിയാണത്. അപ്പോൾ എല്ലാവരും പാവയ്ക്കൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഈ പലതരം പച്ചക്കറികളൊക്കെ കൂട്ടുന്ന കൂട്ടത്തിൽ പാവയ്ക്കയും ഇങ്ങനെയൊക്കെ 1-2 പ്രാവശ്യം കറി വയ്ക്കാൻ എല്ലാവരും ശ്രമിക്കുക. പിന്നെ നമുക്കത് പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് തിളച്ച് വന്നാൽ മതിയാകും. പിന്നെ ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പുളിയും ഉപ്പും എരിവും കയ്പ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ കടുകും ഉലുവയൊന്നും പൊട്ടിച്ചിടണില്ല. നമ്മൾ നേരത്തെ തന്നെ സവാളയൊക്കെ വഴറ്റിയപ്പോഴും തേങ്ങ വറുത്തപ്പോഴൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണയിലാണ് നമ്മളതൊക്കെ ചെയ്തത്. അപ്പോൾ പിന്നെ ഇനി കടുകൊന്നും പൊട്ടിച്ചിടണില്ല. വേപ്പിലയൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് വേപ്പിലയും കൂടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അത് അടച്ചവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ലഞ്ച് എടുക്കുമ്പോൾ തന്നെ ഇതൊന്ന് കുറുകി നല്ല ടേസ്റ്റാകും. നല്ല അടിപൊളി ചാറ് കറിയാണത്. പിന്നെ നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി പാനടപ്പത്ത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഈ കറികളിലൊക്കെ ഒഴിക്കണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പാവയ്ക്ക അതിൻ്റെ വെള്ളമൊക്കെ ഊർന്നുപോയി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആയിട്ടുണ്ടത്. അപ്പോൾ നമുക്ക് പാനിലേക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു ഇടത്തരം സവാളയും 2 പച്ചമുളകും കറിവേപ്പിലയും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ പാവയ്ക്കയും കൂടി ചേർക്കാം. എന്നിട്ട് പൊടികളൊന്നും നമ്മൾ അധികം പൊടികളൊന്നും ചേർക്കണില്ല. ഇപ്പോൾ പൊടികളൊന്നും ചേർക്കണില്ല. അപ്പോൾ പാവയ്ക്ക സവാളയുടെയൊക്കെ ഒപ്പം കിടന്ന് ചെറുതീയിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരമെങ്കിലും ഇതൊന്ന് വഴറ്റി എടുക്കണം. എന്നാലാണ് ഇത് നല്ല വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മെഴുക്കുവരട്ടിയായിട്ട് എടുത്താൽ മതിയാകും. ഇപ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കയ്പ്പൊക്കെ ചെറിയ ഇതായിട്ടൊന്ന് പോയേക്കണ കാരണം തന്നെ നമുക്ക് കഴിക്കണതിനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗറൊക്കെ കൂടുതലുള്ളവർക്കൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ ഷുഗറൊക്കെ ബാലൻസ് ചെയ്ത് നിർത്താൻ സാധിക്കും. പിന്നെ നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കണുള്ളൂ. എന്നിട്ടൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതീയിലിട്ടിട്ട് 1 മിനിറ്റ് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള അടിപൊളി 2 പാവയ്ക്ക കറികൾ ഇവിടെ റെഡിയാണ്. അപ്പോൾ പാവയ്ക്ക കിട്ടുമ്പോൾ ഇങ്ങനത്തെയൊക്കെ കറികൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.